എല്ലാവർക്കും നമസ്കാരം. വളരെ സുഖകരമായിട്ടുള്ള ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് അശോകേട്ടൻ. നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം ഞാനത് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. കുറേ ദിവസമായി അദ്ദേഹം എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമുക്കത് പറയാതിരിക്കാനാവില്ലല്ലോ. ദിവസവും ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കുക. ഭഗവാൻ അത്രയും അനുഭവങ്ങളാണ് എൻ്റെ കയ്യിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേൾക്കാം. ശ്രീകാന്ത് സാർ നമസ്കാരം. ഞാൻ ഈ ഗ്രൂപ്പിലെ അംഗമാണ്. എൻ്റെ പേര് അശോകൻ. സ്ഥലം കൊല്ലം പരവൂറാണ് കേട്ടോ. ഞാൻ കുട്ടിക്കാലം മുതൽ ഒരു കടുത്ത ശ്രീകൃഷ്ണ ഭക്തനാണ്. കഴിഞ്ഞ ഡിസംബർ 1 ഏകാദശിക്ക് ഗുരുവായൂരിൽ പോയി ഭഗവാനെ കണ്ടുട്ടോ. വലിയ തിരക്കായിരുന്നു. ഭഗവാനെ ഒന്ന് കണ്ട് മനസ്സിന് തൃപ്തിയായില്ല. വീട്ടിലെത്തി മനസ്സിൽ വലിയൊരു ദുഃഖം. ഭഗവാനെ ചെറുതായി ഒന്ന് കണ്ടു. ഞാൻ ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ അത് കേട്ട് വീണ്ടും ഡിസംബർ 19 ഞാനും കുടുംബവും പെട്ടെന്ന് ഗുരുവായൂരിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഗുരുവായൂരിലെത്തി. പെട്ടെന്ന് കുളിച്ച് ഉച്ചപൂജാലങ്കാരം കണ്ട്. അമ്പലത്തിലെ ഭക്തജനങ്ങൾ വളരെ കുറവായിരുന്നു. അന്ന് ഭഗവാൻ മുരളീധരനായിട്ടായിരുന്നു. നല്ലതുപോലെ ഭഗവാനെ കണ്ടു തൊഴുതു. എൻ്റെ ശരീരത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചു കേട്ടോ. പെട്ടെന്ന് ഞാൻ വലിയ ഉച്ചത്തിൽ ഭജനകൾ ചൊല്ലി. എൻ്റെ പുറകിൽ നിന്നവർ അത് ഏറ്റുചൊല്ലി. ഒരു വൃദ്ധയും സുന്ദരിയായിട്ടുള്ള ഒരു വൃദ്ധയും കൂടെ ഉണ്ടായിരുന്നു. ശ്രീകോവിലിന്റെ മുന്നിൽ ചെന്നപ്പോൾ നല്ല വെണ്ണയുടെയും കളഭത്തിന്റെയും മണം. ഭഗവാന്റെ മുന്നിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു, നല്ലതുപോലെ ഭഗവാനെ കണ്ട് തൊഴുക. അല്പനേരം ഭഗവാന്റെ മുന്നിൽ നിന്ന് നല്ലതുപോലെ തൊഴുതു. മനസ്സിന് വലിയ സന്തോഷമായി. അവിടെ നിന്ന് പ്രായമായ അമ്മ എന്നെയും കുടുംബത്തിനെയും കൂട്ടി ശ്രീകോവിൽ കൊത്തിവെച്ചിരിക്കുന്ന എല്ലാ ഭഗവാന്മാരുടെയും കഥകൾ പറഞ്ഞു തന്നു. ആലിലക്കണ്ണനെയും എല്ലാവരെയും കാണിച്ചു തന്നു. പിന്നെ ഈ അമ്മയെ കാണുന്നില്ല കേട്ടോ. ഞാൻ ശ്രീകോവിലിന്റെ 4 ഭാഗത്തു നോക്കി കണ്ടില്ല. അവസാനം ഒരു ക്ഷേത്ര തിരുമേനി നിൽക്കുന്നു. ഞാൻ ചെന്ന് ചോദിച്ചു, നമ്മുടെ കൂടെ ഒരു പ്രായമായ അമ്മ വന്ന് കണ്ടില്ലേ? ശാന്തി പറഞ്ഞു, ആ അമ്മ ഇപ്പോൾ ശ്രീലകത്ത് പുറത്തുണ്ട്. എനിക്കും വലിയ സങ്കടമായിട്ടോ. വീണ്ടും ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു. അപ്പോൾ കൊടിമരത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. എന്നെയും ഭാര്യയെയും ഗോവിന്ദനെയും കൂട്ടി കൂട്ടമ്പലത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ കഥകളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മോൻ ഗോവിന്ദനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പിന്നെ ഈ അമ്മയെ കണ്ടില്ല കേട്ടോ. ഞാനും കുടുംബവും മമ്മിയൂര് പോയി. തിരിച്ചു വരുമ്പോൾ ഈ അമ്മയുടെ കഥകൾ പറഞ്ഞു വന്നു. ഞാനും ഭാര്യയും ആ അമ്മ വീണ്ടും നമ്മുടെ മുന്നിൽ വന്നു. മമ്മിയൂര് പോയി വീണ്ടും ഞാൻ അമ്മയുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടോ. മറുപടി ഇവിടം തന്നെ. വീണ്ടും എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നിങ്ങൾ ഒരു ദിവസം കൊടുങ്ങല്ലൂർ പോകണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ എങ്ങും കണ്ടില്ല അമ്മയേട്ടോ. വലിയ വിഷമത്തോടെ ഞാനും കുടുംബവും വീണ്ടും ഗുരുവായൂരിലേക്ക് പോയി. അത്താഴ പൂജയ്ക്ക് സമയമായി. വീണ്ടും ഞാനും കുടുംബവും അത്താഴ പൂജ കണ്ട് തൊഴുതു. പിന്നെ ശിവേലിയും കണ്ട് തൊഴുതു. തിരുവനന്തപുരത്ത് നിന്ന് വന്ന കുറച്ച് ഭക്തർ എന്നോട് ചോദിച്ചു, ഭഗവാനെ നല്ലപോലെ കണ്ടില്ലേ? സന്തോഷമായി. അവർ ഭാര്യയോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ദേഹത്ത് ഭഗവാൻ കയറി. ഇത് കേട്ട് ഭാര്യ ചിരിച്ചുട്ടോ. അതിലൊരാൾ ചോദിച്ചു, ഭഗവാനോട് വലിയ ഭ്രാന്ത് പിടിച്ച ആരാധനയാണല്ലേ? അത് കേട്ട ഞാൻ ചിരിച്ചുട്ടോ. രാത്രി കൃഷ്ണനാട്ടവും കണ്ടു. ജീവിതത്തിൽ ആദ്യമായി കൃഷ്ണനാട്ടം കാണുന്നത്. എന്ത് രസമാണ് കാണാൻ. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടോ. ഏകാദശിക്ക് ഭഗവാനെ നല്ലപോലെ കാണാൻ പറ്റിയില്ല. എൻ്റെ ദുഃഖങ്ങൾ കേട്ട് ഭഗവാൻ വീണ്ടും ഗുരുവായൂരിൽ വന്നു. നല്ലതുപോലെ ഭഗവാനെ കണ്ടു. ഇതെല്ലാം ഭഗവാന്റെ ഓരോ അനുഭവങ്ങൾ. ആ അമ്മയും സാക്ഷാൽ ഗുരുവായൂർ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഇനിയും എന്തൊക്കെ മായകൾ കാണാനിരിക്കുന്നു. ഭഗവാൻ ഹരേ കൃഷ്ണ ഹരേ രാമ. ശാന്തമായ, ലളിതമായ, സന്തോഷകരമായ ഒരു ഗുരുവായൂർ അനുഭവം. ഗുരുവായൂരിൽ കുടുംബമായിട്ട് വന്നു. ഒരുപാട് കാര്യങ്ങളുണ്ടായില്ലേ. ഒരമ്മ അനുഗ്രഹിച്ചു, പലതവണ അനുഗ്രഹിച്ചു. കൊടുങ്ങല്ലൂരിലേക്കും വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവാന്റെ സാന്നിധ്യം തന്നെ, വേറെ ഒന്നും പറയാനില്ല. നല്ലൊരു അനുഭവം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിലും കയറും. കേൾക്കുന്നത് നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗമാണ് അശോകേട്ടൻ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. കൃഷ്ണവിഗ്രഹങ്ങൾ നമ്മൾ പല ദിവസങ്ങളിലായിട്ട് സമ്മാനങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ.